السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم إذا سمعتم النداء فقولوا مثل ما يقول المؤذن. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിലെ 611-ാമത്തെ ഹദീസ് നമ്പറായിട്ടും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിലെ 383-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇത്തിഫാഖോട് കൂടിയുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നമ്മളൊക്കെ ബാങ്ക് കേട്ടാൽ അതുപോലെ ആ ലഫ്ദുകൾ പറയുന്ന ആളുകളാണ്. അങ്ങനെ പറയണമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. മുഅദ്ദിൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നിങ്ങൾ പറയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത് കുറച്ചുകൂടി വിശാലമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഹദീസിൽ ഇങ്ങനെയാണുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാലൽ മുഅദ്ദിനു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എങ്ങനെ പറയേണ്ടത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബറുല്ലാഹു. അവസാനത്തെ ആ ദമ്മ് ചേർത്തിയാണ് പറയാം. നമ്മൾ ഖുർആൻ ഓതുമ്പോഴും പല ശൈലികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിൽ സുലത്ത് എന്ന ഒരു തജ്വീദിന്റെ നിയമം ഉപയോഗപ്പെടുത്തിയാണ് അങ്ങനെ ഓതാറുള്ളത്. എന്നാൽ ഇവിടെ ബാങ്കിന്റെ ലഫ്ളുകളിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിർത്തി അല്ല അല്ലാഹു അക്ബർ എന്ന് പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറഞ്ഞാൽ, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം, ഫഖാല അഹദുക്കും നിങ്ങളിൽ ഒരാൾ പറയുന്നു എങ്ങനെ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സുമ്മ ഖാല, അങ്ങനെ അദ്ദേഹം പിന്നെ അല്ലാഹു അക്ബർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞു. സുമ്മ ഹയ്യ അലസ് സ്വലാത്തി. അപ്പോൾ പറയേണ്ടത് നമുക്കൊക്കെ അറിയാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ പറയാനുള്ളത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബറും പറഞ്ഞു, അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞു. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇജാബത്ത് നൽകി. ബാങ്കിന് ഇജാബത്ത് നൽകി. അതുകൊണ്ട് ഇപ്പം എന്താ ഗുണം ഉണ്ടാവുക? ആ സമയത്ത് ചിലപ്പോൾ ശൈത്താൻ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഗ്രിമെന്റ് പറഞ്ഞാൽ, ഒരു ഉറപ്പ് നമുക്ക് നൽകിയാൽ ശൈത്താൻ എന്താ ചെയ്യുക? ആ ഉറപ്പ് നഷ്ടപ്പെടുത്തി കളയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കാണിച്ചു തരും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറിയോ? ഇങ്ങനെ പറഞ്ഞാൽ മിൻ ഖബ്ലിഹി ദഖലൽ ജന്ന, അയാൾ ആ പറയുന്നതിന് മുമ്പേ സ്വർഗത്തിൽ എത്തി എന്നുള്ളതാണ്. വിടോ ശൈത്താൻ? സ്വർഗത്തിലെത്താൻ ഒരാൾ സമ്മതിക്കോ? ഇല്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണിക്കും. അപ്പൊ ഖാലിസൻ ഖൽബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിൽ ഖൽബിൽ അത് വളരെ കൃത്യമായി രൂഢമൂലമായി മനസ്സിലാക്കി അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു എൻ്റെ ഏറ്റവും വലിയവനാണ് എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറയലാണ് അത്രേ ശൈത്താൻ ഏറ്റവും ദേഷ്യമുള്ള കാര്യം. ഖുർആനിലെ 114 സൂറത്തുകളിലെ സൂറത്തുൽ കാഫിറൂനാണ് ശൈത്താൻ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന സൂറത്ത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് അവന്റെ ശ്രദ്ധ തെറ്റിച്ച് കളയാൻ, സ്വർഗത്തിന്റെ അവകാശിയായി തീരാൻ പാടില്ല. കാരണം എന്താ? ഞങ്ങൾ തുടക്കത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നത് കൂട്ടുകച്ചവടത്തിൽ പഴം തിന്നാൻ വേണ്ടി ആദമിനോടും ഹവ്വാവിനോടും പറഞ്ഞ് പുറത്താക്കിയ കൂട്ടത്തിൽ അവര് രണ്ടുപേരും പോകുന്നത് ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ കൂടുതൽ വിചാരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഞാനും പെട്ടു. ഇനി ഞാനെന്നും കാലാകാലം നരകത്തിന്റെ അവകാശിയായിരിക്കും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരായ കുറെ ആൾക്കാർ നരകത്തിന്റെ അവകാശികളായി തീരാൻ അള്ളാഹുവിനോട് അവിടുന്നേ വാഗ്വാദം നടത്തി പോകുന്ന ആളാണ് ശൈത്താൻ. അതുകൊണ്ട് ഈ രംഗത്തും അവൻ നന്നായിട്ട് കളിക്കും. അപ്പൊ അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ ആത്മാർത്ഥമായി ഒരാൾ അത് പറയുക എന്നുള്ളത് സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ മുറിച്ചു കളയാനുള്ള ശ്രമം നടത്തും. ഒരു വിശ്വാസം എന്ത് ചെയ്യണം? എന്ത് വന്നാലും ശരി അത് മുറിച്ചു കളയാതെ ഞാൻ പറയും. അല്ലാഹു റസൂൽ പറഞ്ഞ ആ സ്വർഗത്തിൽ ഞാൻ പ്രവേശിക്കുമെന്ന വാശി കാണിക്കണം. അതോടൊപ്പം തന്നെ ബാങ്കിനോട് ഒപ്പം തന്നെ ഖിയാസാക്കിയിട്ട് ചില പണ്ഡിതന്മാരൊക്കെ ഇഖാമത്ത് വിളിക്കുമ്പോഴും അങ്ങനെ വിളിക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷേ അതത്ര പ്രബലമായി കാണാൻ ഉള്ള ഹദീസുകളൊന്നുമില്ല. എന്നാൽ അത് ആകുന്നത് കൊണ്ട് കുറ്റകരമൊന്നുമില്ല. കാരണം എന്താ? റസൂൽ പറഞ്ഞത് ഈ വാചകം ഉടുത്തും ധരിച്ചുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്ന പോലെ തന്നെയാണ് ഇഖാമത്തും.
ചെറിയ വ്യത്യാസമേ ഒന്ന് ഷോർട്ടാക്കി പറയുന്നു, അതിന്റെ ലഫ്ളുകളിൽ എണ്ണം ചുരുക്കുന്നു, ബാങ്കിന്റെ നിസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അത് പറയാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും കാണാൻ പറ്റും. എന്നാൽ സ്വലാത്തുൽ ഫജ്റിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതെന്താ? തസ്വീബ് പറയാന്നില്ല. തസ്വീബ് എന്ന് പറഞ്ഞാൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയില്ല. അവിടെയും ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് സദഖത്താവ് ബരർത്ത എന്ന് പറയാവുന്ന ഒരു ലഫ്ള് കാണാറുണ്ട്. എന്നാൽ അതിന് പ്രത്യേകമായ ഹദീസിൽ ഒരു റിപ്പോർട്ടും അങ്ങനെയില്ല. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് വലൈസ ലിഹാദാ അസ്ലുൻ, അങ്ങനെ സദഖത്താവ് ബരർത്ത അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരും അങ്ങനെ പറഞ്ഞാൽ മതി. അതിന് പകരമായി സദഖത്താവ് ബരർത്ത എന്ന് പറയുന്നതിന് തെളിവില്ല എന്ന് പറയുന്നതായി കാണാൻ പറ്റും. ഇമാം ഷാഫി, അതുപോലെ തന്നെ ഹനഫി, ഹംബലിയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഖ്ലീസ്, അതുപോലെ തന്നെ സുബ്ലുൽ സലാം തുടങ്ങിയ കിതാബുകളിലൊക്കെ അതിനെ സംബന്ധിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ഏറ്റവും ചുരുക്കി നാം മനസ്സിലാക്കേണ്ടത് ബാങ്ക് വിളിക്കുന്ന ഒരാൾ, അത് ആരാകട്ടെ എവിടുന്നാവട്ടെ, അങ്ങനെ ചില ആൾക്കാർക്കുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് മാത്രം ബാങ്ക് കൊടുത്താൽ അതിന് മാത്രം ഇജാബത്ത് വരിക, അപ്പുറത്തും പള്ളി, അതൊന്നും നമ്മുടെ പള്ളിയല്ല. അല്ല, ഏത് പള്ളിയിൽ എപ്പോ ആരും ഇങ്ങനെ ബാങ്ക് കൊടുത്താലും ആ ബാങ്ക് ഇന്നലെ പറഞ്ഞതുപോലെ ബാങ്ക് ജായിസ് ആകുന്ന രൂപത്തിൽ ആര് ബാങ്ക് വിളിച്ചാലും ആ ബാങ്കിന് ഉത്തരം പറയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ബാധ്യതയാണ്. റസൂലിന്റെ വാക്കാണത്. നിങ്ങൾ മുഅദ്ദിൻ പറയുന്നത് പോലുള്ള ബാങ്ക് നിങ്ങളും പതുക്കെ പറയുക എന്നുള്ള ആ ഒരു ഹദീസിനെ ഇത്തിബാഅ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും നമ്മുടെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം കബൂലാവുന്ന ഒരു അമൽ സ്വാലിഹാത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലത്ത് നന്മകൾ വാരി പരമാവധി അവനവന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർത്താൻ കഴിയും വിധം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരാളുടെ സഹായം കൂടാതെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.